സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമേനെ രാധിക അന്വേഷിച്ച് ഒരു സ്ത്രീ ഇപ്പോൾ വന്നു എന്ന് മ്യൂസിക് സ്കൂളിലുള്ള കുട്ടി പറയുന്നത് കേട്ടിട്ട് അമൃത അതാരാണെന്ന് അറിയാനായിട്ട് അവിടെയെല്ലാം ചുറ്റും നോക്കുവാണ്. ഈ സമയം സോണിയാണെങ്കിൽ അമൃതയുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് അവിടെ മറഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അമൃത അവിടെ എല്ലാം നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. എന്നിട്ട് നേരെ കുട്ടിയുടെ അരികിലേക്ക് തിരികെ ചെല്ലുക. മോളെ, അവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ആണോ മാഡം? ആ അതെ. അല്ല, നേരത്തെ വന്ന ആളാണോ? അല്ല, ഇതൊരു സ്ത്രീയാണ് വന്നത്. ശരി, മോൾ പൊക്കോ. അങ്ങനെ അമൃത ഫോൺ എടുത്ത് ശ്യാമനെ വിളിക്കാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്നത് വേണ്ടാന്ന് അമൃതക്ക് തോന്നുക. അമ്മയും മോളും അവിടെ സന്തോഷത്തിലായിരിക്കും. വെറുതെ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ സന്തോഷം കളയണ്ട. അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ താമസിച്ചിരുന്ന വീട്ടിലെത്തുന്ന മാലതീനെയാണ് കേട്ടോ. ശ്യാമ അങ്ങനെ വീട്ടിലെങ്ങാനും ഉണ്ടോ എന്നറിയാനായിട്ട് മാലതി അകത്തേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കുവാണ്. എന്നാൽ വാതിലാണെങ്കിൽ ആരും തുറക്കുന്നില്ല. ഈ സമയം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മതിലിൻ്റെ അവിടെ നിന്ന് മാലതീനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ 3-4 തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തുറക്കാതാകുമ്പോൾ വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലായി മാലതി തിരിച്ചിറങ്ങാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചിയെ കാണുന്നത്. അങ്ങനെ മാലതി ആ ചേച്ചിയോട് ചോദിക്കണേ, ചേച്ചി ശ്യാമമ്മയുടെ ഇവിടെ ഇല്ലേ? ഇല്ല, 2 ദിവസമായി ശ്യാമമ്മയുടെ ഇവിടെ വന്നിട്ട്. കുറച്ച് മുമ്പും ശ്യാമമ്മടുത്ത് അന്വേഷിച്ച ആരോ കറി വന്നിരുന്നു. അതാ ഞാനിപ്പോൾ വന്ന് നോക്കിയത്. അന്നേരം മാലതി ചോദിക്കണേ, എവിടെയൊക്കെ പോയതെന്നറിയോ? അന്നേരം ആ ചേച്ചി പറയണേ, അതുകൊള്ളാം, നിങ്ങളല്ലേ എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന ആൾക്കാർ. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? അത് പിന്നെ ചേച്ചി, ഞാൻ കുറച്ച് ദിവസം വിദേശത്തായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നേരെ വന്നത് ഇങ്ങോട്ടേക്ക് മാഡത്തിനെ കാണാനാ. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല കൊച്ചേ. പിന്നെ അമൃത മാഡം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു. ശ്യാമ മാഡത്തിനെ കണ്ടിട്ട് 2-3 ദിവസമായി. ആണോ? എന്താ, ഞാൻ അമൃത മാഡത്തോട് പറയണോ? അത് വേണ്ട, ഞാനെന്താണെങ്കിലും നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നാൽ ശരി ചേച്ചി, പിന്നെ ഞാൻ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞ മാലതി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കുവാണ്. എന്നിട്ട് അവിടെയുള്ളൊരു അഴുക്ക് ചാല് പോലത്തെ ഒരു കുളമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ പ്രിയങ്ക. എന്നിട്ട് കയ്യിലുള്ള പൗച്ചെടുത്ത് കൈ പിടിക്കുവാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി താലിയുടെ കുരുക്ക് എന്നേക്കുമായിട്ട് ഞാൻ ഒഴിവാക്കാൻ പോകുവാണ്. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക ആ പൗച്ചെടുത്ത് നേരെ വെള്ളത്തിലേക്ക് എറിയുവാണ്. അങ്ങനെ പ്രിയങ്ക സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് മുത്തശ്ശി വിളിക്കുവാം. ഹലോ മുത്തശ്ശി, ഞാനേ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ രാധികയുടെ ചിതാഭസ്മം അയാൾക്ക് താലിയിൽ തന്നെ ഒഴുക്കിയിട്ടുണ്ട്. ആ താലി ഇവിടെയുള്ളൊരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. നന്നായി മോളെ, ഇനി എന്താണെങ്കിലും നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. ആ വരുണും രാധികയും ചേർന്ന് എങ്ങനെയെങ്കിലും എല്ലാവരെയും സത്യം തെളിയിക്കാനായിട്ട് ശ്രമിക്കും. അതിനുവേണ്ടി ഈ താലി കണ്ടെത്താനായിരിക്കും രണ്ടിൻ്റെ ശ്രമം. ഈ താലി നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ അവളുമാർക്ക് ഒരിക്കലും എല്ലാവർക്കും മുമ്പിൽ സത്യം തെളിയിക്കാൻ പറ്റില്ല. മനസ്സിലായ മുത്തശ്ശി, ഇപ്പോൾ എനിക്കൊരു സമാധാനമായത്. ഇനി വരുണും ചേച്ചിയൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കൺമകളുള്ളവരുടെ മുമ്പിലും അച്ഛൻ്റെ മുമ്പിലും അവർ പറയുന്നതല്ല ഒരു കള്ളം മാത്രമായിരിക്കും. ഈ സത്യം എത്ര തുറന്നു പറഞ്ഞാലും ഇനി അവർക്കാർക്കും തെളിയിക്കാനായിട്ട് പറ്റില്ലല്ലോ. ആ തെളിവല്ലേ ഇപ്പോൾ അഴുക്കുചാലി വീണു പോയിരിക്കുന്നത്. അതേ മോളെ, എന്താണെങ്കിലും ഇനി കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ വരും. പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ് കേട്ടോ. വരുൺ ടെറസിൽ അങ്ങനെ നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. വരുൺ, നീ ഇങ്ങനെ വിഷമിക്കാതിടാം. മുത്തശ്ശി, രാധികയെ കണ്ടെത്താൻ ഞാൻ കുറേ ശ്രമിച്ചു. ഫിദ മാഡത്തിൻ്റെ പലതവണ നമ്പർ വിളിച്ചു. എന്നാൽ അവരെൻ്റെ ഫോൺ എടുക്കുന്നില്ല. അവരെന്നിൽ നിന്നും രാധിക മനഃപൂർവ്വം മറച്ചു വെക്കുന്ന പോലെ തോന്നുക. ആറ്റുവാശകരികിലുള്ളവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഫിദ മാഡം രാധികയെ എങ്ങോട്ടോ പോയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആറ്റുവാശരുള്ള മുത്തശ്ശി അവരൊരു തന്ത്രശാലിയാണ്. എന്തേലുമൊക്കെ പറഞ്ഞ് ആ ഫിദ മാഡത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടാവും. ഫിദ മാഡം നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാ. ഈ മുത്തശ്ശിയുടെയും പ്രിയങ്കേൻ്റെ സ്വഭാവമൊക്കെ രാധിക പറഞ്ഞതനുസരിച്ച് അവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ വരണാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അത് കേട്ട് മുത്തശ്ശി വരണേ നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നീ സത്യം തെളിയിക്കാൻ നടക്കുന്നു, അതൊക്കെ ശരിയാ, അത് തെളിയിക്കുകയും വേണം. പക്ഷേ ഇവിടെ പത്മിനിയും ഉർവശിയൊന്നും നീ അങ്ങനെ പിണക്കാൻ നിൽക്കണ്ട. അത് നിനക്ക് എന്നെ പിന്നീട് പ്രശ്നമാകും. അന്നേരം പറയണേ, ആ പ്രിയങ്ക ഇങ്ങനെ ഓരോ വേഷം കിട്ടി എൻ്റെ മുമ്പിലേക്ക് വരുമ്പോണ്ടല്ലോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മുത്തശ്ശി. അവൾ എൻ്റെ മുമ്പിലേക്ക് ഓരോ കോപ്രായങ്ങളും കാണിച്ച് ഓരോ തവണ വരുമ്പോഴും ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട പെണ്ണായിട്ടാണ് അവളെ ഞാൻ കാണുന്നത്. ഇനി അവളുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ അതിരിവിട്ട് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ ഞാൻ എൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടുപോകും. ഞാൻ ചിലപ്പോൾ അവളെ കൊന്നൊന്നു വരെ ഇരിക്കും. അന്നേരം മുത്തശ്ശനെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പരമേശ്വരനെയും പത്മിനിയും നടന്ന സംഭവം എന്താണെന്ന് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പ്രിയങ്കയുടെ നടിച്ച് പുറത്താക്കിക്കോളും. അന്നേരം പറയണേ, അമ്മയോട് എനിക്കിത് ഇഷ്ടമുണ്ട്. അമ്മയോടുള്ള ഇഷ്ടം കാരണം അമ്മ തളർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ രാധികക്കൊപ്പം പോകാതെ ഞാൻ ഇവിടെ തന്നെ നിന്നത്. മകനെന്ന രീതിയിൽ ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു. പക്ഷേ അമ്മ എന്നോടുള്ള കടമ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ടോ? മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാടാ, സാഹചര്യങ്ങൾ അങ്ങനെയായി പോയില്ലേ. എല്ലാം ശരിയാകും. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.
എത്രയൊക്കെ പറഞ്ഞാലും ഭഗവാനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പെണ്ണല്ലേ രാധിക. അങ്ങനെയുള്ള രാധികയെ അവളുടെ ഭഗവാൻ വെറുതെ കൈവിട്ട് കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാ അവസാനം ശുഭമായിട്ട് തന്നെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് വരുണിന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെയുള്ള സംസാരമെല്ലാം ജനലിൻ്റെ അവിടെ നിന്ന് ഉർവശി ശ്രദ്ധിക്കുന്നുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യനെ ഉണ്ടോ. അങ്ങനെ മാലതി തിരിച്ചു വരുവാണ്. എന്നിട്ട് ഐശ്വര്യയോട് പറയണേ, മാഡം മ്യൂസിക് സ്കൂളിൽ അടിച്ചു പിറക്കി ഞാൻ അന്വേഷിച്ചു. ഞാനവിടെ കുട്ടികളോടാണ് ചോദിച്ചത്. ആ കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അവർ പറഞ്ഞത് ശ്യാമമായിട്ടും രാധികയും 2-3 ദിവസമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടേ ഇല്ലെന്നാണ്. പിന്നെ അവർ പോകാൻ സാധ്യതയുള്ള മറ്റു പല ഇടങ്ങളിലും അന്വേഷിച്ചു. ആർക്കും ഒരു വിവരവും ഇല്ല. പിന്നെ അമൃത, അവർക്ക് എന്തെങ്കിലും അറിയായിരിക്കും. അവരെ എടുത്ത് കൈകാര്യം ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. അന്നേരം ഐശ്വര്യ പറഞ്ഞേ, തൽക്കാലം അത് വേണ്ട, എന്താണെങ്കിലും നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം. എന്നിട്ടും കിട്ടിയില്ലെന്നാണെങ്കിൽ അറ്റകെ പ്രയോഗമായിട്ട് നമുക്ക് അമൃതയും പൊക്കാം. ഈ സമയത്ത് മാലതിയും അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. സോണിയ, എന്തായാലും വിവരം കിട്ടിയോ മ്യൂസിക് സ്കൂളിൽ നിന്ന്? ഇല്ലയെന്ന് സോണിയ പറയുക. അന്നേരം മാലതി പറയണേ, ശ്യാമ മേഡത്തിൻ്റെ വീട്ടിലും അവരെത്തിയിട്ടില്ല. 2-3 ദിവസമായിട്ട് വീട് അടഞ്ഞു കിടക്കുവാണ്. അന്നേരം ഐശ്വര്യ അങ്ങ് ടെൻഷനാകുക. പിന്നെ എങ്ങോട്ടായിരിക്കും മകളെയും കുട്ടി അമ്മ പോയിട്ടുണ്ടാവുക? അന്നേരം മാലതി പറയുക, അല്ല മാഡം, ശ്യാമമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്രയൊക്കെ പോകാറില്ലേ? ഇനി മോളെയും കുട്ടി വിദേശത്തെങ്ങാനും പോയിക്കാണോ? ശ്യാമമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ഏജൻസി ഇല്ലേ, അയാളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അന്നേരം ഐശ്വര്യ പറയണേ, ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് ഇതുവരെ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചില്ലേ? സോറി മാഡം, ഞാനിപ്പോൾ തന്നെ വിളിക്കാം. ഈ സമയം സോണി ചോദിക്കുന്നുണ്ട്, അല്ല മാഡം, വേറെ എവിടെയെങ്കിലും ശ്യാമ മാഡം പോകാനോ ശ്യാമ മാഡത്തിന് അടുപ്പമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഏയ്, അങ്ങനെ ആരുമില്ല. പെട്ടെന്നാണ് ഐശ്വര്യ ഒരു കാര്യം ഓർക്കുന്നത്. ഒരു സ്ഥലമുണ്ട്. ശ്യാമ ഇടക്കിടക്ക് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴും ഒറ്റപ്പെട്ട പോലെ തോന്നുമ്പോഴും ഒരു സ്ഥലത്തേക്ക് പോകും. കോളിയൂരിലുള്ള ഒരു വീട്ടിലേക്ക്. ശ്യാമയുടെ പ്രോപ്പർട്ടി തന്നെയാണുള്ളത്. മിക്കവാറും അവൾ മോളെയും കൂട്ടി അവിടെ തന്നെ പോകാനായിരിക്കും സാധ്യത. അന്നേരം സോണിയ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കട്ടെ? അത് വേണ്ട, അവിടെ എനിക്ക് വിവരങ്ങളൊക്കെ ചോർത്ത് തരാൻ ഒരാളുണ്ട്, ജയന്തി. അങ്ങനെ പറഞ്ഞ് ഐശ്വര്യ ജയന്തിയെ ഫോണിൽ വിളിക്കുക. ഹലോ ജയന്തി, എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ, ഐശ്വര്യ മാഡം അല്ലേ? ഞാൻ മറക്കുമോ? അത് ശരി, അപ്പം എന്നെ നമ്പറൊന്നും കളഞ്ഞിട്ടില്ല അല്ലേ? എന്താ എന്നെയൊന്നും അങ്ങനെ വിളിക്കാത്തത്? ഓ, മാഡമൊക്കെ വലിയ ആൾക്കാരല്ലേ. ഞങ്ങളെ പാവപ്പെട്ടവർ ഈ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് മേഡത്തെങ്കിൽ പോലെ ഇത്ര വലിയൊരാളേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതാ ഞാനങ്ങനെ വിളിക്കാഞ്ഞത്. അന്നേരം ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, അതിരിക്കട്ടെ, ശ്യാമ അങ്ങോട്ടേക്ക് എങ്ങാനും വന്നോ? ശ്യാമ മേഡോ? ഇല്ലല്ലോ. എന്തുപറ്റി? ഞങ്ങളിപ്പോൾ കേളിയൂരിലെ വീട്ടിലേക്ക് പോയിട്ട് തന്നെ കുറേ ആയി. ഓ, ആണോ? അതിരിക്കട്ടെ ജയന്തി, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോഴേ ജയന്തി എൻ്റെ കഴുത്തിലുള്ള നെക്ലസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ജയന്തി എന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ തൊട്ട് ജയന്തിക്ക് വേണ്ടി ഞാൻ അതേപോലത്തെ ഒരു നെക്ലസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയെ വില. അത് കേൾക്കുന്നതും ജയന്തിയുടെ കണ്ണങ്ങ് മഞ്ഞളിക്കുമോ? സത്യമാണോ മാഡം? പിന്നല്ലാതെ. ഞാനേ എൻ്റെ ഒരാളെ പറഞ്ഞു വിട്ട് ജയന്തിക്ക് ആ നെക്ലസ് കൊടുത്തു വിടാം കേട്ടോ. ജയന്തിക്കത് നന്നായിട്ട് ചേരും. അയ്യോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സമയം ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ശ്യാമയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നു. ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് ഒന്നും പറയാതെ അങ്ങോട്ട് പോയി കളഞ്ഞു. എല്ലാവരും ശ്യാമയുടെ കാര്യം എന്താണെന്ന് എന്നോടല്ലേ ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ ശ്യാമയെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. അത് കേൾക്കുന്നതും ജയന്തി പറയണേ, ഐശ്വര്യ മാഡം എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു സഹായമൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ശ്യാമ മാഡമേ ഇവിടെ കിളിയൂരിലുള്ള വീട്ടിലുണ്ട്. ആണോ? അതെ, ശ്യാമ മാഡം മാത്രമല്ല, മാഡത്തിൻ്റെ ഒപ്പം മകളും ഉണ്ട് കൂടെ. ആരോടും പറയരുതെന്നാണ് എന്നോട് രാമേട്ടനോടും പറഞ്ഞത്. പക്ഷേ മാഡം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? പിന്നെ മാഡം, 3 ലക്ഷത്തിൻ്റെ നെക്ലസ് എനിക്ക് എത്ര പെട്ടെന്ന് എത്തിച്ചു തന്നെ. അതിനെന്താ ജയന്തി, ഉടനെ തന്നെ ഞാൻ ആളെ കേട്ടോ. അവരാ നെക്ലസ് ജയന്തി ഏൽപ്പിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം കൂടി ജയന്തി ചെയ്തു കൊടുക്കേണ്ടി വരും. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ ഐശ്വര്യ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം ഐശ്വര്യ മാലതിയോട് സോണിയോടും പറയണേ, എത്ര കിട്ടിയാലും മതിയാത്ത ഒരു ആർത്തിക്കാരിയാണ് അവള്. എന്താണെങ്കിലും എൻ്റെ കണക്കൂട്ടൽ തെറ്റിയില്ല. അമ്മയും മോളും അവിടെ ഉള്ളതും ഇതുപോലെ മുമ്പും ശ്യാമ ഓടി ഒളിച്ചതാണ്. അവളുടെ വിചാരം ഓടി ഒളിച്ച് അങ്ങ് രക്ഷപ്പെടുമെന്ന. അന്ന് അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയുമാണ്. ഇപ്പോഴുള്ള അവളുടെ ഒളിച്ചോട്ടത്തിനും അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടും. അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം ഫിദ അങ്ങോട്ടേക്ക് എത്തുവാണ്. അങ്ങനെ രാധികയുടെ മുടിയിൽ ആവിയൊക്കെ പിടിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക കണക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ഫിദ മാഡത്തിൻ്റെ ഈ സ്നേഹമൊക്കെ കണ്ടിട്ട്. അന്നേരം രാധിക പറയുന്നുണ്ട്, അല്ല ഫിദ മാഡം എനിക്ക് പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങി തരികയും സാരി ഉടുപ്പിക്കുകയും മുടിയേക്ക് ഇതുപോലെ ചെയ്തൊക്കെ തരികയും ചെയ്യുന്നുണ്ടല്ലോ. ഫിദ മാഡം എന്താ ഇതുപോലെ ഒന്നും ചെയ്യാത്തത്? ഫിദ മാഡം എപ്പോഴും ഈ ഡ്രസ്സല്ലേ ഇട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, വേറെ ഡ്രസ്സൊന്നും ഇടാത്ത എന്താ? അന്നേരം ക്ഷമ പറയണേ, സമയമാവട്ടെ, അപ്പം ഞാൻ ഈ ഡ്രസ്സിൽ നിന്നും പുറത്തു വരാം. എന്താ അത് മതിയോ? എപ്പോഴാണ് സമയമാവുന്നത്? ഒന്ന് അടങ്ങിയിരിക്കും പെണ്ണേ എന്നും പറഞ്ഞ്
രാധികയുടെ മുടിയിലൊക്കെ അങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ശ്യാമ. ഈ സമയം രാധികയും ഫിദയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു തണലിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്